ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ MA ഹിസ്റ്ററിയുടെ സെക്കൻഡ് സെമസ്റ്ററിലെ ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി ആൻഡ് തിയറി എന്നുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. മൊഡ്യൂളിൻ്റെ പേര് എൻലൈറ്റ്മെൻറ്റ് ആൻഡ് ദ പെർസെപ്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ പാസ്റ്റ്. എൻലൈറ്റ്മെൻറ്റ് ആൻഡ് ദ പെർസെപ്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ പാസ്റ്റ് എന്നുള്ളതാണ്. അതായത് ജ്ഞാനോദയം, എൻലൈറ്റ്മെൻറ്റ്, ജ്ഞാനോദയവും ചരിത്രപരമായ ഭൂതകാലത്തിൻ്റെ ധാരണയും എന്നുള്ളതാണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ പേര്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് വീക്കോയെ കുറിച്ചാണ്. ജുവാനി ബാപ്റ്റിസ്റ്റ വീക്കോ 1664 മുതൽ 1744 വരെയാണ് അവരുടെ കാലഘട്ടം. Spent most of his professional life as professor of rhetoric at the University of Naples. ജിയോവാനി ബാറ്റിസ്റ്റ വീക്കോ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും നേപ്പിൾസ് സർവകലാശാലയിലെ പ്രസംഗകലയുടെ, റെട്ടോറിക് എന്ന് പറഞ്ഞാൽ പ്രഭാഷണം, പ്രസംഗം എന്നുള്ള ഒരു കലയാണ്. അപ്പോൾ പ്രഭാഷണത്തിൻ്റെ പ്രൊഫസറായിട്ട്, പ്രസംഗകലയുടെ പ്രൊഫസറായിട്ടായിരുന്നു ചിലവഴിച്ചിരുന്നത്. അപ്പോൾ ജിയോവാനി ബാറ്റിസ്റ്റ വീക്കോ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും നേപ്പിൾസ് സർവകലാശാലയിൽ പ്രൊഫസറായിട്ടായിരുന്നു ചിലവഴിച്ചിരുന്നത്. ഹി വാസ് ട്രെയിൻഡ് ഇൻ ജൂറിസ്പ്രുഡൻസ് ബട്ട് റീഡ് വൈഡ്ലി ഇൻ ക്ലാസിക്സ്, philology and philosophy, all of which informed his highly original views on history, historiography and culture. അദ്ദേഹം നിയമശാസ്ത്രത്തിൽ പരിശീലനം നേടിയിട്ടുണ്ടെങ്കിലും ക്ലാസിക്കുകൾ, ഭാഷാശാസ്ത്രം, തത്വചിന്ത എന്നിവയിൽ വ്യാപകമായിട്ട് പരിശീലനം നേടിയിട്ടുണ്ടായിരുന്നു. എന്നിവയെക്കുറിച്ച് അദ്ദേഹം വ്യാപകമായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. ഹിസ് തോട്ട് ഈസ് മോസ്റ്റ് ഫുള്ളി എക്സ്പ്രസ്ഡ് ഇൻ ഹിസ് മെച്യൂർ വർക്ക്. ഇവയെല്ലാം ചരിത്രം, ചരിത്രരചന, സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഞങ്ങളെ അറിയിക്കുന്നതായിരുന്നു. ഇവയെല്ലാം ചരിത്രം, ചരിത്രരചന, സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ നമുക്ക് അറിയിച്ചു തരുന്നതായിരുന്നു. His thought is most fully expressed in his major work, The Scienza Nova or the New Science എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കുന്നുണ്ട്. ദ സയൻസ നുവോവ അല്ലെങ്കിൽ ദ ന്യൂ സയൻസ് എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പൂർണ്ണമായും പ്രകടിപ്പിക്കുന്നുണ്ട്. In this own time, Vico was relatively unknown, but from the 19th century onwards, his views found a wider audience, and today his influence is widespread in humanities and social sciences. അദ്ദേഹത്തിൻ്റെ കാലത്ത് വീക്കോ താരതമ്യേന അജ്ഞാതനായിട്ടുള്ള ഒരാളായിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ട് മുതൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ പ്രചരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സ്വാധീനം മാനവികതയിലും അതുപോലെ സോഷ്യൽ സയൻസിലും നമുക്ക് എടുത്തു കളയാൻ പറ്റാത്തത്രത്തോളം അദ്ദേഹത്തിൻ്റെ സ്വാധീനമുണ്ട്. In his own time, Vico's work were largely neglected and generally misunderstood. He describes himself living as a stranger and quite unknown in his native city. Vita 134, native city Vita 134, and it was not until the 19th century that his thought began to make a significant impression on the philosophical world. സ്വന്തം കാലത്ത് അദ്ദേഹത്തിൻ്റെ കൃതികൾ വലിയ തോതിൽ അവഗണിക്കപ്പെടുകയും പൊതുവെ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ ജന്മനഗരത്തിൽ വീറ്റ 134 എന്ന തൻ്റെ ജന്മനഗരത്തിൽ അപരിചിതനും തികച്ചും അജ്ഞാതനും ആയിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. 19-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പ്രചാരത്തിലെത്താൻ തുടങ്ങിയത്. ദ ഏർലിയസ്റ്റ് നോൺ ഡിസെമിനേറ്റർ ഓഫ് വീക്കോസ് വ്യൂസ് ഇൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് വേൾഡ് ഈസ് സാമുവൽ ടൈലർ കോളേഴ്സ്, who was responsible for much of the interest in Vico in the second half of the 19th century. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ വീക്കോയോടുള്ള താല്പര്യത്തിന് കാരണക്കാരനായിട്ടുള്ള സാമുവൽ ടൈലർ കോളറിഡ്ജാണ് ദാർശനിക ലോകത്ത് വീക്കോക്ക് മതിപ്പുണ്ടാക്കിയിട്ടുള്ളത്. who was responsible
for much of the interest in Vico in the second half of the 19th century. വിക്കോയുടെ വീക്ഷണങ്ങളുടെ ആദ്യത്തെ പ്രചാരകൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് ജിയോവാനി ബാപ്റ്റിസ്റ്റ വിക്കോ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1668 മുതൽ 1744 വരെയാണ്. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും നേപ്പിൾ സർവകലാശാലയിൽ പ്രഭാഷണത്തിൻ്റെ പ്രൊഫസറായിട്ട് അദ്ദേഹം ചെലവഴിച്ചു. അദ്ദേഹം നിയമശാസ്ത്രത്തിൽ പരിശീലനം നേടിയിട്ടുണ്ടെങ്കിലും ക്ലാസിക്കുകൾ, ഭാഷാശാസ്ത്രം, തത്വചിന്ത എന്നിവ വ്യാപകമായി അദ്ദേഹം വായിച്ചു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രം, ചരിത്രരചന, സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പക്വമായിട്ടുള്ള, മെച്വറായിട്ടുള്ള ഒരു വർക്കാണ്, ഒരു കൃതിയാണ് ഇത് സയൻസ് നുവോവ അല്ലെങ്കിൽ ദ ന്യൂ സയൻസ് എന്നുള്ളത്. അതിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹം പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് തികച്ചും അജ്ഞാതനായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. എന്നാൽ 19-ാം നൂറ്റാണ്ട് മുതൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വിശാലമായ പ്രേക്ഷകരെ കണ്ടെത്തി. ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്വാധീനം മാനവികതയിലും സാമൂഹിക ശാസ്ത്രത്തിലും വ്യാപകമാണ്. സ്വന്തം കാലത്ത് വിക്കോയുടെ കൃതികൾ വലിയ തോതിൽ അവഗണിക്കപ്പെടുകയും പൊതുവെ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൻ്റെ ജന്മനഗരത്തിൽ, വീറ്റ 134 എന്ന തൻ്റെ ജന്മനഗരത്തിൽ അപരിചിതനും തികച്ചും അജ്ഞാതനുമായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. 19-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് പ്രചാരം കിട്ടാൻ തുടങ്ങിയത്. അതായത് സാമുവൽ ടൈലർ കോളറിഡ്ജ് എന്ന മഹാനായ വ്യക്തിയുടെ പ്രചാരണത്തിലൂടെയാണ് വിക്കോയുടെ വീക്ഷണങ്ങൾക്ക് വേണ്ടത്ര പ്രചാരണം ലഭിച്ചിട്ടുള്ളത്. Vico's ideas reached a wider audience with a German translation of the New Science by W.E. Weber, which appeared in 1822, and more significantly through a French version by Jules Michelet in 1824, which was reissued in 1835. വിക്കോയുടെ The New Science W.E. Weber ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ഇതോടുകൂടിയാണ് ആശയങ്ങൾക്ക് വിശാലമായുള്ള പ്രേക്ഷകരുണ്ടായത്. 1822 വെബറുടെ ഈ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടായത്. 1824 ജൂൾസ് മിഷേലിൻ്റെ ഫ്രഞ്ച് പതിപ്പിലൂടെ എന്ത് ചെയ്തു? ഫ്രഞ്ച് ഭാഷയിലേക്കും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി. 1824 ജൂൾസ് മിഷേലറ്റ് ഫ്രഞ്ച് പതിപ്പ്, ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ കൊണ്ടുവന്നത്. 1822 വെബർ അതിൻ്റെ ജർമ്മൻ ട്രാൻസ്ലേഷനും കൊണ്ടുവന്നു. 1835 അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദ ന്യൂ സയൻസ് എന്ന അദ്ദേഹത്തിൻ്റെ കൃതി വീണ്ടും പുറത്തിറങ്ങി. മിഷേലറ്റ്സ് ട്രാൻസ്ലേഷൻ വാസ് വൈഡ്ലി റീഡ് ആൻഡ് വാസ് റെസ്പോൺസിബിൾ ഫോർ എ ന്യൂ അപ്രീസിയേഷൻ ഓഫ് വിക്കോസ് വർക്ക് ഇൻ ഫ്രാൻസ്. അപ്പോൾ ഈ മിഷേലറ്റിൻ്റെ വിവർത്തനം വ്യാപകമായിട്ട് വായിക്കാൻ തുടങ്ങി. ഫ്രാൻസിലെ വിക്കോയുടെ പ്രവർത്തനത്തെ ഒരു പുതിയ വിലമതിപ്പിന് കാരണമാകുകയും ചെയ്തു. ഫ്രാൻസിലെ വിക്കോയുടെ പ്രവർത്തനങ്ങളെ എല്ലാവരും അഭിനന്ദിക്കാൻ തുടങ്ങി. Subsequently, Vico's views impacted the work of William Dilthey, Karl Marx, R.J. Collingwood and James Joyce. വിക്കോയുടെ വീക്ഷണങ്ങൾ വില്യം ഡിൽത്തി, കാൾ മാക്സ്, R.J. കോളിംഗ്വുഡ്, ജെയിംസ് ജോയ്സ് എന്നിവരുടെ വീക്ഷണങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇമ്പാക്റ്റ് ചെയ്യാൻ തുടങ്ങി. വിക്കോയുടെ കാഴ്ചപ്പാടുകൾ സ്വാധീനിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? W.E. വെബർ വിക്കോയുടെ ദ ന്യൂ സയൻസ് എന്ന ഗ്രന്ഥത്തെ, എന്ന കൃതിയെ ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതോടുകൂടി വിശാലമായിട്ടുള്ള പ്രചാരം ലഭിച്ചു വിക്കോയുടെ ആശയങ്ങൾക്ക്. അതുപോലെ തന്നെ 1824 ജൂൾസ് മിഷേലറ്റിൻ്റെ ഫ്രഞ്ച് പതിപ്പിലൂടെ വിക്കോയുടെ ആശയങ്ങൾക്ക് വീണ്ടും പ്രചാരം ലഭിച്ചു. 1835 അത് റീഇഷ്യൂ ചെയ്തു, വിക്കോയുടെ ദ ന്യൂ സയൻസ് എന്ന ഗ്രന്ഥം ഫ്രഞ്ച് ഭാഷയിൽ. അങ്ങനെ ഈ ഫ്രഞ്ച് ഭാഷയിലുള്ള വിവർത്തനം ധാരാളം ആൾക്കാർ വായിക്കുകയും ഫ്രാൻസിലെ വിക്കോയുടെ പ്രവർത്തനങ്ങളെ കൂടുതലായിട്ട് അപ്രീസിയേഷൻ കിട്ടുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ട് വില്യം ഡിൽത്തി, കാൾ മാക്സ്, R.J. കോളിംഗ്വുഡ്, ജെയിംസ് ജോയ്സ് എന്നിവരുടെ വർക്കുകളിൽ വിക്കോയുടെ ആശയങ്ങൾ സ്വാധീനിച്ചു. 20th century scholarship has established illuminating comparisons with the tradition of Hegelian idealism
and taken up the relationship between Vico's thought and that of philosophers in the Western tradition and beyond, including Plato, Aristotle, Ibn Khaldun, Thomas Hobbes, Benedict D. Spinoza, David Hume, Immanuel Kant and Friedrich Nietzsche. ഹെഗേലിയൻ ആദർശവാദത്തിൻ്റെ പാരമ്പര്യവുമായിട്ട് ഉള്ള താരതമ്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ഇബൻ ഖൽദൂൻ, തോമസ് ഹോബ്സ്, അതുപോലെ തന്നെ ബെനഡിക്ട് ഡി സ്പിനോസ, ഡേവിഡ് ഹ്യൂം, ഇമാനുവൽ കാന്റ്, ഫ്രെഡറിക് നീഷെ എന്നിവരുൾപ്പെടെയുള്ള പാശ്ചാത്യ പാരമ്പര്യത്തിനും അതിനപ്പുറമുള്ള തത്വജ്ഞരുടെ ചിന്തയും അതുപോലെ വീക്കോയുടെ ചിന്തയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പഠനം നടത്താനുള്ള സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി. കമ്പാരിസൺസ് ആൻഡ് കണക്ഷൻസ് ഹാവ് ഓൾസോ ബീൻ ഡ്രോൺ ബിറ്റ്വീൻ Weekend themes and work of various modern and contemporary thinkers inter alia W.B. Yeats, Frederick Froebel, Max Horkheimer, Walter Benjamin, Martin Heidegger, Hans Georg Gadamer, Jürgen Habermas, Paul Ricoeur, Jean-François Lyotard and Alasdair MacIntyre. Yeats, Frederick Froebel, Max ഹോർക്കൈമർ, വോൾട്ടർ ബെഞ്ചമിന് വിജയൻ തീംസിലെ ചിന്തകരും അതേ കാലഘട്ടത്തിൽ കണ്ടംപററി തിങ്കേഴ്സ്, ആ കാലഘട്ടത്തിലുള്ള മറ്റ് തിങ്കേഴ്സായിട്ടുള്ള W.B. Yeats, ഫ്രെഡറിക് ഫ്രോബൽ, മാക്സ് ഹോർഖൈമർ, വോൾട്ടർ ബെഞ്ചമിൻ, മാർട്ടിൻ ഹൈഗഡർ, അതുപോലെ തന്നെ ഹാൻസ് ജോർജ് ഗാഡമർ, ജാർഗൻ ഹാബർമാസ്, പോൾ റീക്കോയർ, ജീൻ ഫ്രാങ്കോയിസ് ലിയോഡാർഡ്, അലിസ്ഡെയർ മക്കിയൻഡർ എന്നിവരുടെ ചിന്തകളും വിജയൻ തീംസിലെ ചിന്തകളും തമ്മിലുള്ള ഒരു കമ്പാരിസണും കണക്ഷനും ഒക്കെ അത്തരത്തിലുള്ള ഒരു പഠനം നടന്നു. ആസ് എ റിവ്യൂ ഓഫ് റീസെന്റ് ആൻഡ് കറന്റ് ലിറ്ററേച്ചർ ഡെമോൺസ്ട്രേറ്റ്സ് an appreciation of Vico's thought has spread far beyond philosophy, and his ideas have been taken up by scholars within a range of contemporary disciplines including anthropology, cultural theology, education, hermeneutics, history, literary criticism, psychology and sociology. സമീപകാലത്തും നിലവിലുള്ളതുമായിട്ടുള്ള സാഹിത്യത്തിൻ്റെ ഒരു അവലോകനം തെളിയിക്കുന്നത് പോലെ വീക്കോയുടെ ചിന്തയുടെ വിലമതിപ്പ് തത്വചിന്തയ്ക്ക് പുറത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സമകാലിക വിഷയങ്ങളുടെ പരിധിയിലുള്ള പണ്ഡിതന്മാരെ ഏറ്റെടുക്കാൻ തുടങ്ങി. നരവംശാസ്ത്രം, സാംസ്കാരിക സിദ്ധാന്തം, വിദ്യാഭ്യാസം, അതുപോലെ വ്യാഖ്യാന ശാസ്ത്രം, ചരിത്രം, സാഹിത്യ നിരൂപണം, മനഃശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം എന്നീ വിവിധ മേഖലകളിലേക്ക് ഈ വീക്കോയുടെ ആശയങ്ങളുടെ സ്വാധീനം കാണാൻ തുടങ്ങി. Thus, despite obscure beginnings, Vico is now widely regarded as highly original thinker who anticipated central currents in later philosophy and the human sciences. അങ്ങനെ അവ്യക്തമായിട്ടുള്ള ഒരു തുടക്കമായിരുന്നു വീക്കോയുടേതെങ്കിലും ഇന്ന് ലോകം മുഴുവൻ ഹൈലി ഒറിജിനൽ തിങ്കറായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കപ്പെടുന്നു. തത്വചിന്തയിലും ഹ്യൂമൻ സയൻസസിലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കുള്ള പ്രാധാന്യം നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. To illustrate the difference between modern thought and ancient thought, Vico developed a remarkable theory of imagination. ഇപ്പോൾ ആധുനിക ചിന്തയും പുരാതന ചിന്തയും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് വീക്കോ അദ്ദേഹത്തിൻ്റെ ഭാവനയുടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സിദ്ധാന്തം വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. This theory led to an account of myth based on ritual and imitation that would resemble some 20th century anthropological theories. ഈ ഒരു സിദ്ധാന്തം അടിസ്ഥാനമാക്കിയുള്ള മിത്ത് അഥവാ മിഥ്യയുടെ വിവരണത്തിലേക്ക് നയിച്ച 20-ാം നൂറ്റാണ്ടിലെ ചില നരവംശ സിദ്ധാന്തങ്ങളോട് സാമ്യമുള്ള ആചാരങ്ങളിലേക്കും അനുകരണങ്ങൾക്കും ഒരു അടിസ്ഥാനമായിക്കൊണ്ട് ഈ ഒരു തിയറി മാറി. He also developed an account of the development of human illustrations that contrasts sharply with his contemporaries in social contract theory. സാമൂഹിക കരാർ സിദ്ധാന്തത്തിൻ്റെ തൻ്റെ സമകാലികവുമായി വ്യത്യസ്തമായിട്ടുള്ള മാനുഷിക സ്ഥാപനങ്ങളുടെ ഒരു വികാസത്തിൻ്റെ വിവരണം അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. അദ്ദേഹം വികസിപ്പിച്ചെടുത്തു an account of development of human institution, അതായത് മാനുഷിക സ്ഥാപനങ്ങൾ that contrast sharply with the contemporaries
in social contract theory. അപ്പോൾ സാമൂഹിക കരാർ സിദ്ധാന്തത്തിൻ്റെ തൻ്റെ സമകാലികവുമായി ബന്ധപ്പെട്ട സമകാലികരുമായി വ്യത്യസ്തമായ മാനുഷിക സ്ഥാപനങ്ങളുടെ വികസനത്തിൻ്റെ ഒരു വിവരണം അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. വിക്കോസ് അക്കൗണ്ട് സെൻറ്റേർഡ് ഓൺ ക്ലാസ് സ്ട്രഗിൾ ദാറ്റ് പ്രീഫിഗേഴ്സ് 19th and 20th century ഡിസ്കഷൻസ്. 19ാം നൂറ്റാണ്ടിലെയും 20ാം നൂറ്റാണ്ടിലെയും ചർച്ചകളെ മുൻനിർത്തിയുള്ള വർഗസമരത്തെ കേന്ദ്രീകരിച്ചായിരുന്നു വിക്കോയുടെ വിവരണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. വിക്കോസ് ഐഡിയ ഓഫ് ഐഡിയൽ eternal history is, along with the verum factum principle, Vico's most famous concept. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം എന്നുള്ളത് ഐഡിയൽ എറ്റേണൽ ഹിസ്റ്ററി ആണ്. അതോടൊപ്പം എന്തും കൂടിയുണ്ട്, വെറം ഫാക്ടം പ്രിൻസിപ്പിൾ. അതായത് വെറം ഫാക്ടം പ്രിൻസിപ്പിളിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആദർശ ശാശ്വത ചരിത്രം അദ്ദേഹത്തിൻ്റെ ആശയമാണ്. ദ ഐഡിയൽ eternal history can be thought of loosely as a platonic ideal. അപ്പോൾ ഈ ഒരു ശാശ്വത ചരിത്രം, അതായത് ആദർശ ശാശ്വത ചരിത്രം എന്നുള്ളത് ഒരു പ്ലാറ്റോണിക് ആദർശമാണ്. Stated in the abstract, the ideal eternal history is the perfect course through which all nations pass. എല്ലാ രാഷ്ട്രങ്ങളും കടന്നു പോകുന്ന തികഞ്ഞ ഒരു അവസ്ഥയാണ് ഈ ഒരു ശാശ്വത ചരിത്രം കൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാ രാഷ്ട്രങ്ങളും കടന്നു പോകുന്ന തികഞ്ഞ ഒരു അവസ്ഥയാണ്. എല്ലാ രാഷ്ട്രങ്ങളും ഒരു രാഷ്ട്രമായി മാറുന്നതിന് ഇടയ്ക്ക് എല്ലാ രാഷ്ട്രങ്ങളും കടന്നു പോകുന്ന അവസ്ഥയാണ് ഈ ഒരു ഐഡിയൽ എറ്റേണൽ ഹിസ്റ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ പ്രാക്ടീസ് ഈച്ച് നാഷൻ ട്രാവൽസ് ത്രൂ ദ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ്ലി. പ്രായോഗികമായി പറയുമ്പോൾ ഓരോ രാജ്യവും അല്പം വ്യത്യസ്തമായി അതിലൂടെ സഞ്ചരിച്ചു പോകുന്നുണ്ട്. Vico describes this ideal eternal history most colorfully when he gives this axiom. Men first felt necessity, then look for utility, next attend to comfort, still later amuse themselves with pleasure, thence grow dissolute in luxury, and finally go mad and waste their substance. അപ്പോൾ ഈ ഒരു സിദ്ധാന്തത്തെ വീക്കോ വിവരിക്കുന്നത് വ്യക്തികൾക്ക് ആദ്യം ആവശ്യം തോന്നി, പിന്നീട് അതിന് പ്രയോജനം തേടി, ശേഷം സുഖസൗകര്യങ്ങൾ നേടിയെടുക്കാൻ തുടങ്ങി. എന്നിട്ടും പിന്നീട് കൂടുതൽ ആനന്ദത്തിനു വേണ്ടി ശ്രമിക്കാൻ തുടങ്ങി. തുടർന്ന് ആഡംബരങ്ങളിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഒടുവിൽ അവർക്ക് ഭ്രാന്തമായി മാറി. അങ്ങനെ പലതും പാഴാക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളിലൂടെ ലോകം കടന്നു പോയിട്ടുണ്ട് എന്ന് ഐഡിയൽ എറ്റേണൽ ഹിസ്റ്ററി എന്ന അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിലൂടെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ ഇൻ ദ കോഡ് ടു സീ ദ സെയിം എംഫസിസ് ഓൺ യൂട്ടിലിറ്റി ദാറ്റ് വികോ ഹാഡ് യൂണിവേഴ്സൽ ലോ. അദ്ദേഹത്തിൻ്റെ ഈ ഉദ്ധരണിയിലൂടെ സാർവത്രികമായിട്ടുള്ള നിയമത്തിൽ അദ്ദേഹം ഊന്നൽ നൽകുന്നുണ്ട്. അതായത് മനുഷ്യന് കടന്നു പോകുന്ന, ആദ്യം അവർക്ക് ആവശ്യമാണ്, പ്രയോജനമാണ്, പിന്നീട് അത് അവർക്ക് സുഖസൗകര്യങ്ങളാണ്, അതിനുശേഷം അവർക്ക് കൂടുതൽ ആനന്ദിപ്പിക്കുന്നതാണ്, ശേഷം ആഡംബരങ്ങളിലേക്കാണ്. ഈ രീതിയിലുള്ള മനുഷ്യൻ്റെ വിവിധ ഘട്ടങ്ങളെ ഐഡിയൽ എറ്റേണൽ ഹിസ്റ്ററിയിലൂടെ വിവരിക്കുന്നുണ്ട്. ഇത് ഒരു യൂണിവേഴ്സൽ ലോ ആണ്, സാർവത്രിക തത്വമാണ്. However, what changes is this history is now presented clearly as a circular motion in which notions rise and fall. എന്നിരുന്നാലും ഈ ചരിത്രം ഇപ്പോൾ രാഷ്ട്രം ഉയരുകയും വീഴുകയും ചെയ്യുന്ന ഒരു വൃത്താകൃതിയിലുള്ള ചലനമായി വ്യക്തമായി അവതരിപ്പിക്കുന്നു എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നാഷൻസ് എറ്റേണലി കോൾസ് ആൻഡ് റീകോൾസ് ത്രൂ ദിസ് സൈക്കിൾ, പാസിംഗ് ത്രൂ ദീസ് ഇറാസ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. അപ്പോൾ ഈ കാലഘട്ടത്തിലൂടെ വീണ്ടും വീണ്ടും കടന്നു പോകുന്ന ഈ ചക്രത്തിലൂടെ രാഷ്ട്രങ്ങൾ ശാശ്വതമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഈ തിയറിയിലൂടെ പറയുന്നത്. വിക്കോ ഡിവൈഡ്സ് ദ ഐഡിയൽ എറ്റേണൽ ഹിസ്റ്ററി ഇൻ ടു 3 ages വിച്ച് ഹി അഡോപ്റ്റ്സ് ഫ്രം വേരോ. വിക്കോ ആദർശ ശാശ്വത ചരിത്രത്തെ 3 യുഗങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ട്.
Vico first used these three ages in the universal law, but now he presents it with more clarity. സാർവത്രിക നിയമത്തിൽ അദ്ദേഹം 3 യുഗങ്ങളെയും കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അത് കൂടുതൽ വ്യക്തതയോടുകൂടി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. Indeed, book 4 of the New Science is a comparison of how different human institutions existed differently in the 3 ages of history. അദ്ദേഹത്തിൻ്റെ ന്യൂ സയൻസ് എന്ന പുസ്തകത്തിൻ്റെ 4ാം പതിപ്പിൽ അദ്ദേഹം 3 യുഗങ്ങളിലെ വ്യത്യസ്ത മനുഷ്യ സ്ഥാപനങ്ങൾ എങ്ങനെ നിലനിന്നിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ക്ലിയർലി ദ ഹിസ്റ്ററി ഓഫ് റോം ഈസ് അഗെയിൻ വിക്കോസ് പ്രൈമറി മോഡൽ ഓഫ് ദ ഐഡിയൽ എറ്റേണൽ ഹിസ്റ്ററി. അദ്ദേഹം റോമിൻ്റെ ചരിത്രം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ഐഡിയൽ എറ്റേണൽ ഹിസ്റ്ററിയുടെ പ്രൈമറി മോഡലിനെ കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കി തരുന്നുണ്ട്. ദ ഫസ്റ്റ് ഏജ് ഈസ് ദ ഏജ് ഓഫ് ഗോഡ്സ്. ആദ്യത്തെ ഏജ് എന്ന് പറഞ്ഞത് ദൈവയുഗമാണ്, അതായത് ദൈവങ്ങളുടെ യുഗമാണ്. ഇൻ ദിസ് ഏജ് പോയറ്റിക് വിസ്ഡം ഈസ് വെരി സ്ട്രോങ്. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും എന്താണ്, ഈ ഒരു കാലഘട്ടത്തിൽ കാവ്യജ്ഞാനം, കവിതയിലുള്ള അറിവ് സ്ട്രോങ് ആണ്, നല്ല രീതിയിലുണ്ട്. എഗെയിൻ ദർ ഈസ് ആൻ അരിസ്റ്റോക്രസി ഓഫ് ഫാദേഴ്സ് ഹു നോ ഹൗ ടു കൺട്രോൾ ദംസെൽസ് ആൻഡ് അതേഴ്സ് ത്രൂ റിലീജിയൻ. പിന്നെയും മതത്തിലൂടെ തങ്ങളെയും മറ്റുള്ളവരെയും നിയന്ത്രിക്കാൻ അറിയുന്ന പിതാക്കന്മാരുടെ ഒരു പ്രഭുവർഗമുണ്ട്. ദീസ് ഫാദേഴ്സ് വിച്ച് വിക്കോ കോൾസ് തിയോളജിക്കൽ പോയറ്റ്സ് rule over small asylums and the family who are wandering outsiders who come to them seeking protection. ദൈവശാസ്ത്ര കവികൾ എന്ന് വീക്കോ വിളിക്കുന്ന ഈ ഒരു പിതാക്കന്മാർ ചെറിയ അഭയകേന്ദ്രങ്ങളിലും സംരക്ഷണം തേടി തങ്ങളുടെ അടുക്കൽ വരുന്ന പുറത്തു നിന്നുള്ള അലഞ്ഞു തിരിയുന്ന ഫാമിലികളിൽ അവർ ഭരിക്കുന്നുണ്ട്. ഇസ് ദ ടേം വിക്കോ now uses for those who wandered into lands of fathers in the universal law. ഫാമിലി എന്ന് സാർവത്രിക നിയമത്തിലെ പിതാക്കന്മാരുടെ രാജ്യങ്ങളിലേക്ക് അലഞ്ഞു തിരിഞ്ഞവരെ സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന പദമാണ്. ദ സെക്കൻഡ് ഏജ് ഈസ് ദ ഏജ് ഓഫ് ഹീറോസ്. രണ്ടാമത്തെ യുഗം എന്ന് പറഞ്ഞത് എന്താണ്? വീരന്മാരുടെ യുഗമാണ്. ഇൻ ദിസ് ഏജ് ദ ഫാമിലി ട്രാൻസ്ഫോം ഫ്രം ബീയിങ് സിമ്പിൾ സ്ലേവ്സ് ടു പ്ലീബിയൻസ് ഹു വാണ്ട് സം ഓഫ് ദ പ്രിവിലേജസ് ഓഫ് ദ റൂളേഴ്സ്. ഈ കാലഘട്ടത്തിൽ കുടുംബം ലളിതമായ അടിമകളിൽ നിന്ന് ഭരണാധികാരികളുടെ ചില പ്രത്യേക അവകാശങ്ങൾ ആഗ്രഹിക്കുന്ന പ്ലീബിയനായി മാറുന്നുണ്ട്. The theological poets transform into heroes. ദൈവശാസ്ത്ര കവികൾ എന്തായി മാറുന്നു? വീരന്മാരായി മാറുന്നു. These heroes show their strength by fighting each other as illustrated in Homer. ഈ വീരന്മാർ ഹോമറിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ പരസ്പരം പോരടിച്ച് തങ്ങളുടെ ശക്തി പ്രകടിപ്പിച്ചിരുന്നു. However, for Vico, the most important conflict is not between the heroes, but between the heroes and the plebeians fighting for their own privileges. എന്നിരുന്നാലും വിക്കോയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഘർഷം നായകന്മാർ തമ്മിലുള്ളതായിരുന്നില്ല, മറിച്ച് അവരുടെ സ്വന്തം പദവികൾക്കായി പോരാടുന്ന നായകന്മാരും പ്ലീബിയന്മാരും തമ്മിലുള്ളതായിരുന്നു. ദ തേർഡ് ഏജ് ഈസ് ദ ഏജ് ഓഫ് ഹ്യൂമൻസ്. മൂന്നാമത്തെ യുഗം എന്ന് പറയുന്നത് ആരുതാണ്? ഹ്യൂമൻസിൻ്റെ യുഗമാണ്. ഡിവൈൻ പ്രൊവിഡൻസ് ഓർക്കസ്ട്രേറ്റ്സ് ദ ക്ലാസ് വാൾസ് സോ ദാറ്റ് ഹീറോസ് inadvertently undermine themselves by conceding certain powers to the plebeians. മൂന്നാമത്തെ യുഗം എന്ന് പറയുന്നത് മനുഷ്യരുടെ യുഗമാണ്. ഇവിടെ പ്രോവിഡൻസ് വർഗം യുദ്ധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീരന്മാർ അശ്രദ്ധമായ പ്ലീബിയന്മാർക്ക് ചില അധികാരങ്ങൾ വിട്ടുകൊടുക്കുന്നു. തങ്ങളെ തന്നെ അവർ സ്വയം ദുർബലപ്പെടുത്തുകയാണ്. The plebeians are able to build this concession in order to advance a new way of thinking. ഒരു പുതിയ ചിന്താരീതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ ഇളവുകളിലൂടെ പ്ലീബിയന്മാർക്ക് കഴിയുന്നുണ്ട്. ഇൻ ദ പ്രീവിയസ് ഏജസ് സൊസൈറ്റി വാസ് റൂൾഡ് ബൈ പോയറ്റിക് വിസ്ഡം വിച്ച് കൺട്രോൾ ഓൾ സെക്ഷൻസ് ത്രൂ റിച്വൽ. മുൻകാലങ്ങളിൽ ആചാരങ്ങളിലൂടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ചിരുന്ന കാവ്യജ്ഞാനമായിരുന്നു സമൂഹത്തെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻ ഓർഡർ ടു അണ്ടർമൈൻ ദ പവർ ഓഫ് ദീസ് റിച്വൽസ് ദ പ്ലീബിയൻസ് സ്ലോലി ഫൗണ്ട് വേസ് ടു അസേർട്ട് പവർ ഓഫ് കൺസെപ്ച്വൽ വിസ്ഡം വിച്ച് ഇസ് എബിലിറ്റി ടു തിങ്ക് സയൻറ്റിഫിക്കലി ആൻഡ് റേഷണലി. ഈ ആചാരങ്ങളുടെ ശക്തിയെ തുരങ്കം വെക്കാൻ വേണ്ടിയിട്ട്
ശാസ്ത്രപരമായും യുക്തിസഹമായും ചിന്തിക്കാനുള്ള കഴിവായിട്ടുള്ള ആശയപരമായ ജ്ഞാനത്തിൻ്റെ ശക്തി സ്ഥാപിക്കാനുള്ള വഴികൾ പ്ലീബിയന്മാർ സാവധാനം കണ്ടെത്താൻ തുടങ്ങി. ദിസ് വേ ഓഫ് തിങ്കിങ് ഗീവ്സ് ദ പ്ലീബിയൻസ് മോർ പവർ ആൻഡ് റിമൂവ്സ് ദ സ്ട്രാങ്കിൾ ഹോൾഡ് ഓഫ് പൊയറ്റിക് വിസ്ഡം ആൻഡ് ഹ്യൂമാനിറ്റി. അപ്പോൾ ഈ ഒരു ചിന്താരീതി പ്ലീബിയന്മാർക്ക് കൂടുതൽ ശക്തി നൽകുകയും മനുഷ്യരാശിയുടെ മേലുള്ള കാവ്യജ്ഞാനത്തിൻ്റെ ഞെരുക്കത്തെ നീക്കം ചെയ്യുകയും ചെയ്തു. Unfortunately, while this conceptual wisdom gives the plebeians their freedom, it undermines the cultural unity provided by poetic wisdom. നിർഭാഗ്യവശാൽ ഈ ആശയപരമായിട്ടുള്ള ജ്ഞാനം പ്ലീബിയന്മാർക്ക് അവരുടെ സ്വാതന്ത്ര്യം നൽകുമ്പോൾ അത് കാവ്യജ്ഞാനം നൽകുന്ന സാംസ്കാരിക ഐക്യത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. While all in society become free and equal, the religious inspiration to work for the common good rather than the individual becomes lost. സമൂഹത്തിലെ എല്ലാവരും സ്വതന്ത്രരും തുല്യരുമാകുമ്പോൾ വ്യക്തിയേക്കാൾ പൊതുനന്മയ്ക്കായി പ്രവർത്തിക്കുന്ന മതപരമായ പ്രചോദനം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സൊസൈറ്റി ഇവൻച്വലി സ്പ്ലിൻഡേഴ്സ് ഇൻ ടു എ ബാർബറിസം ഓഫ് റിഫ്ലക്ഷൻ ഇൻ വിച്ച് സിവിൽ വാർസ് ആർ ഫോർട്സ് ഓൺലി ഫോർ പേഴ്സണൽ ഗെയിൻ. സമൂഹം ഒടുവിൽ ഒരു തിരിച്ചടിയുടെ ക്രൂരതയിലേക്ക് പിളരുകയാണ് ചെയ്യുന്നത്. അതിൽ ആഭ്യന്തര യുദ്ധങ്ങൾ വ്യക്തിപരമായ നേട്ടത്തിനായി മാത്രം പോരാടുന്ന തരത്തിലുള്ളതായിരുന്നു. ദിസ് ഈസ് ദ ബാർബറിസം ഓഫ് റിഫ്ലക്ഷൻ വിച്ച് റിട്ടേൺ സൊസൈറ്റി ഇൻ ടു ഒറിജിൻ. സമൂഹത്തെ അതിൻ്റെ ഉത്ഭവത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു അവിടെ നമുക്ക് കാണാൻ പറ്റിയത്. വൺ ഓഫ് ദ മേജർ ഡിബേറ്റ്സ് അബൌട്ട് ദ ഐഡിയൽ എറ്റേണൽ ഹിസ്റ്ററി ഈസ് വെദർ ഇറ്റ് ഈസ് എ സർക്കിൾ ഓർ എ സ്പൈറൽ. ആദർശപരമായിട്ടുള്ള ശാശ്വത ചരിത്രത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന് അതൊരു വൃത്തമോ ഒരു സ്പൈറലോ എന്നതാണ്. അപ്പോൾ ആദർശപരമായ ശാശ്വത ചരിത്രത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, അതായത് ആദ്യഘട്ടത്തിൽ നിന്ന് വന്ന് ലാസ്റ്റ് അതേ ഘട്ടത്തിലേക്കുള്ള ഒരു ബാർബറിസത്തിലേക്ക് തന്നെയാണ് മനുഷ്യൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വൃത്തരൂപത്തിലുള്ളതായിരുന്നു, ഒരു സ്പൈറൽ രൂപത്തിലുള്ളതായിരുന്നു ഐഡിയൽ എറ്റേണൽ ഹിസ്റ്ററി എന്ന് നമുക്ക് കാണാൻ പറ്റും. Those who suggest that it is a spiral hole that each time a nation goes through the ideal eternal history. ഓരോ തവണയും ഒരു രാഷ്ട്രം ആദർശപരമായ ശാശ്വത ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് മെച്ചപ്പെടുന്നുണ്ട്. ഇത് ഒരു വൃത്തമാണെന്ന് അഭിപ്രായപ്പെടുന്നവർ ആദർശപരമായ ശാശ്വത ചരിത്രത്തിൻ്റെ ഓരോ ചക്രവും യഥാർത്ഥത്തിൽ അതിൻ്റെ തുടക്കത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു. Unfortunately, this appears to be an instance where Vico had to remain silent because had he tried to resolve the issue, he would have had to make some sort of comment on the relation of church to society, which he was not prepared to do. നിർഭാഗ്യവശാൽ വീക്കോക്ക് നിശബ്ദത പാലിക്കേണ്ടി വന്ന ഒരു സംഭവമായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. കാരണം അദ്ദേഹം പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ സഭയ്ക്ക് സമൂഹവുമായുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം ചെയ്യാൻ തയ്യാറാകാത്ത ഏതെങ്കിലും അഭിപ്രായം അദ്ദേഹത്തിന് പറയേണ്ടി വരുമായിരുന്നു. ആസ് എ റിസൾട്ട് ദ ഡിബേറ്റ് അബൌട്ട് ഹൗ ബെസ്റ്റ് ടു റീഡ് ദ ഐഡിയൽ എറ്റേണൽ ഹിസ്റ്ററി കണ്ടിന്യൂസ്. അതിൻ്റെ ഫലമായിട്ട് അനുയോജ്യമായ ശാശ്വത ചരിത്രം എങ്ങനെ വായിക്കാമെന്നതിനെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ അനുയോജ്യമായിട്ടുള്ള ശാശ്വത ചരിത്രം എന്നുള്ള അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ്, അതായത് അദ്ദേഹം പറയുന്നത് 3 യുഗങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് മനുഷ്യന്. അപ്പോൾ ആദ്യത്തെ യുഗത്തിൽ ദൈവങ്ങളുടെ യുഗം, രണ്ടാമത്തെ യുഗം എന്ന് പറഞ്ഞത് വീരന്മാരുടെ യുഗം, മൂന്നാമത്തെ യുഗം മനുഷ്യരുടെ യുഗം. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ബാർബറിസം എന്ന കൺസെപ്റ്റിലേക്ക് മനുഷ്യർ എത്തിച്ചേരുന്നുണ്ട്, രാഷ്ട്രം എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിയറിയാണ് വീക്കോയുടെ തിയറി. ഇനി നമുക്ക് ഡേവിഡ് ഹ്യൂമിനെ കുറിച്ചുള്ള ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.